അവർണർ പൊതുനിരത്തിൽ ഇറങ്ങരുതെന്ന സവർണറുടെ ശാസനയും കൽപ്പനയും ഇനിയെങ്കിലും പൊളിക്കണം. ആയിത്ത ജാതിക്കാർക്ക് കാപ്പിക്കടയില് പ്രവേശനമില്ലാത്ത അവസ്ഥ മാറി തുടങ്ങിയിരിക്കണ്. കാപ്പിക്കടയിൽ നിന്നും അകലെ കുപ്പപ്പുറത്ത് ചിരട്ടയിൽ കാപ്പി പകർന്നു നൽകുന്ന രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. കുപ്പപ്പുറത്ത് കാപ്പി പകർന്നല്ലേ ചിരട്ട് അയ്യങ്കാളി താർത്തു. അതൊരു കൊടുങ്കാറ്റായി മാറി. അടിച്ചമർത്തപ്പെടുന്നവരുടെ നെടുവീർപ്പുകളാണ് പലപ്പോഴും കൊടുങ്കാറ്റാവുന്നത്. വഴി തരില്ല, വിദ്യ തരില്ല. ദേവീദേവന്മാരെ വിളിച്ചൊന്ന് ആവലാതിപ്പെടാനും അവകാശമില്ല. തുറക്കാത്ത വാതിലുകൾ ചവിട്ടി തുറക്കണം, അടഞ്ഞ വഴികൾ വെട്ടിത്തുറക്കണം. അതിനുള്ള ചങ്കുറപ്പുണ്ടാവണം. നമ്മൾ ഒരുമിച്ച് നിന്നാ എല്ലാം നടക്കും. ഇതുവരെ നാഥനും തമ്പിയില്ലായിരുന്നു. ഇടയില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെ ആയിരുന്നു നമ്മള്. അത് മാറി തുടങ്ങിയിരിക്കണ്. യാചിക്കുന്ന കൈകളല്ല നമുക്ക് ആവശ്യം, ആകാശത്തെ വിറപ്പിക്കുന്ന കൈകളാവണം. അടിയാളന്റെ ഒച്ച കൊടുമുടി കയറണം. ഞങ്ങളുണ്ട് അയ്യക്കൊപ്പം, അയ്യങ്കാളിക്കൊപ്പം. ജീവനല്ല, അഭിമാനമാണ് വലുത്. ജീവൻ അത് ഉള്ളം കയ്യിലെടുത്ത് പോരാടാം. ഇരുട്ടിനെ വകഞ്ഞു മാറ്റുന്ന സൂര്യരഥം പോലെയായി വില്ലുവണ്ടി. സൂര്യന്റെ സാരഥിയായ അരുണനെ പോലെ നമ്മുടെ അയ്യങ്കാളി. വഴി വേണം, വഴി വേണം, വേണം, വഴി നടക്കാൻ വഴി വേണം, വഴി വേണം, വഴി 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 നടക്കാൻ വഴി വേണം, 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 വഴി വേണം, വഴി വേണം. വഴിയുണ്ടാക്കാൻ കൂടെ വരൂ, അറിവുണ്ടാക്കാൻ കൂടെ വരൂ, വലിച്ചെറിയൂ പേടിയും ഭയവും. നമുക്ക് നീങ്ങാം ഒന്നായി. മതി, ഇതുവരെ മതി യാത്ര. ആരാ വണ്ടി തടഞ്ഞത്? നിങ്ങൾ ശാന്തരായി നിൽക്ക്. ഇവരോട് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ അല്പം വിശ്രമിക്കുക, അല്ലെങ്കിൽ അയവെട്ട് മക്കളെ. നിങ്ങൾക്ക് മുന്നോട്ടോ പിന്നോട്ടോ പോകേണ്ടത്? ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്കും അറിയാം. ഈ വില്ലുവണ്ടി ഒരടി മുന്നോട്ട് നീങ്ങരുത്. ഒരടിയല്ല, 100 അടി നീങ്ങും. വേണ്ടി വന്നാൽ 1000 അടി. ഒരടി മുന്നോട്ട് നീങ്ങിയ നല്ല അടിയായിരിക്കും കിട്ടുക. ഒന്നടിച്ചാ തിരിച്ച് 2 അടി. അതാണ് എന്റെ കണക്കും ശീലവും. എന്താ പരീക്ഷിക്കുന്നോ? അവന്റെ ഒരു മേൽമുണ്ട് എടുക്കണ മേൽമുണ്ട്. എന്റെ മേൽമുണ്ട് നിങ്ങൾക്ക് എന്തിനാ? വിഷയം മാറ്റാതെ മേൽമുണ്ടെടുത്ത് മാറ്റടാ അഹങ്കാരി. മാറ്റിയില്ലെങ്കിൽ മാറ്റിക്കും. മേൽമുണ്ട് മാത്രമല്ല നിന്റെ രൂപത്തെയും. അത്ര തന്റെ ഉള്ളവൻ മുന്നോട്ട് വരട്ടെ. എന്ത് അഹങ്കാരമോ? അടിക്കടാ, ചെന്നടിയടാ.
വില്ലുവണ്ടി ഓടിക്കാനും അറിയാം, തടയാൻ വരുന്നവന്റെ എല്ലൂരി എടുക്കാനും അറിയാം. ചോണയുണ്ടെങ്കിൽ വാടാ. ഈ ഓലപ്പാമ്പെന്നും കണ്ട് ഞങ്ങൾ പിന്മാറില്ല. ഇത് ഓലപ്പാമ്പല്ല, രാജവമ്പാലയാ. അടുത്തോട്ട് വന്നാ മനസ്സിലാവും. വെറുതെ കലാപം ഉണ്ടാക്കരുത്. രക്തം ചൊരിയാൻ ഞങ്ങൾക്കും മടിയില്ല. ഞങ്ങൾക്ക് തീരെ മടിയില്ല. ഈ കത്തിയും കൊക്കില് ജീവനുള്ളിടത്തോളം കാലം കാളിയോട് ഒന്നും നടക്കില്ല. ഒരു അയിത്ത ജാതിക്കാരന്റെ ഹുങ്ക് കണ്ടോ? ഹ, കൂടുതൽ ഹുങ്ക് കാണണോ? കാട്ടിത്തരാൻ മടിയില്ല. ആഹാ, നിന്നെ പഠിപ്പിച്ചേക്കാമടാ. ചെവി നുള്ളിക്കോ. പഠിക്കണമെന്നുണ്ട്, പഠിക്കുകയും ചെയ്യും, പഠിപ്പിക്കുകയും ചെയ്യും ഈ കാളി. ചാത്ത വഴി വേണം, വഴി നടക്കാൻ വഴി വേണം, വഴി വേണം, വഴി വേണം. വഴി വേണം, വഴി വേണം, വഴി നടക്കാൻ വഴി വേണം, വഴി നടക്കാൻ വഴി വേണം, വഴി വേണം, വഴി വേണം, വഴി വേണം, വഴി വേണം, വഴി നടക്കാൻ വഴി വേണം, വഴി വേണം, വഴി വേണം, വഴി നടക്കാൻ വഴി വേണം, വഴി വേണം, വഴി വേണം, വഴി നടക്കാൻ വഴി വേണം, വഴി വേണം, വഴി വഴി നടക്കാൻ വഴി വഴി വേണം, വഴി വേണം, വഴി നടക്കാൻ വഴി വേണം, വഴി വേണം, വഴി വേണം, വഴി നടക്കാൻ വഴി വേണം, വഴി വേണം, വഴി വഴി നടക്കാൻ വഴി വേണം, വഴി വേണം, വഴി വഴി നടക്കാൻ വഴി വേണം, വഴി വേണം, വഴി വേണം, വഴി നടക്കാൻ വഴി വേണം. അന്ന് വില്ലുവണ്ടി തടയാൻ വന്നവർക്ക് ശരിക്കും കിട്ടി. ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കാം. പാമ്പിനെയാണ് നോവിച്ചു വിട്ടിരിക്കുന്നതെന്ന് പുത്തൻകട ചന്തയിൽ ഒരു സംസാരം ഉണ്ടെന്ന് കേട്ടു. നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് അവരെ ശരിക്കും ചൊടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും അടിയാന്മാരെ അടിച്ചും തൊഴിച്ചും കഴിയാന്നായിരുന്നു വിചാരം. എതിർ ശബ്ദങ്ങൾ ഉയരണം, ചോദ്യങ്ങൾ ജ്വലിക്കണം. തൊഴിക്കാൻ ഉയരുന്ന കയ്യെ തൊഴരുത്. ഒരടിക്ക് തിരിച്ച് രണ്ടടി കിട്ടുമെന്ന് കണ്ടാൽ അവരടങ്ങും. അവർ സംഘടിച്ചു വരുന്നുണ്ട്. ജീവനും കൊണ്ട് ഓടുന്നതാ നല്ലത്. ആര് വന്നാലും എങ്ങനെ വന്നാലും പേടിയില്ല. ആത്മവിശ്വാസം വേണം. അതാണ് ഏറ്റവും മൂർച്ചയുള്ള ആയുധം. മൂത്തപിള്ള ഉശിരോടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു മാറ്റവും വരില്ലായിരുന്നു. തൈക്കാട്ട് അയ്യാവ് സ്വാമിയാണ് അതിനെന്നെ പ്രേരിപ്പിച്ചത്. എലിക്കൂട്ടം വന്നാൽ പൂച്ച പേടിക്കാറില്ല. എന്റെ പിന്നിൽ ശാന്തരായി നിന്നാ മതി, ഞാൻ നേരിട്ടോളാം. പൊതുവഴിയിൽ അവർണർക്ക് നടക്കാൻ പാടില്ലെന്നറിയില്ലേ? ഒരിടത്തും എഴുതി വെച്ചിട്ടില്ലല്ലോ. എഴുതി വെച്ചാൽ തന്നെ വായിക്കാൻ അക്ഷരം അറിയില്ലല്ലോ. അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളും പഠിച്ചേനെ. അതെന്തായാലും ഈ ജന്മം നടക്കില്ല, ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങളാരാ? നാട് വാഴുന്ന തമ്പുരാന്മാരോ? അതെ, തമ്പുരാൻ തന്നെ. കീഴ്ജാതിക്കാർക്ക് ഞങ്ങൾ തമ്പുരാക്കന്മാർ തന്നെ. പിന്നെ
പൊന്നു തമ്പുരാൻ ഭരണം നടത്തുന്നത് ഞങ്ങൾക്ക് വേണ്ടി തന്നെയാ. അതൊന്നും ഇനി അധികകാലം നീളില്ല. അവർണരും അവശരും ഉണർന്നു കഴിഞ്ഞു. ഉണർന്നെങ്കിലേ വല്ല പുറമ്പോക്കിലെ കടത്തിണ്ടല്ലോ കുത്തിയിരുന്നാ മതി. കുത്തിയിരിക്കാനല്ല, മുട്ടുകുത്തിക്കാനും അറിയാം. കൊള്ളാമല്ലോ. 3 നേരം സ്വപ്നം കണ്ടിരുന്നോ? സ്വപ്നം കാണാനല്ല, അത് സഫലമാക്കാനും അറിയാം. ഞങ്ങൾ ഇന്ന് കാണുന്ന സ്വപ്നം നാളെ അത് സഫലമാകും. അത് കാണാൻ കണ്ണു തുറന്നിരുന്നോ? ഇനി മേലാളന്മാർ നടക്കുന്ന വഴിയിലെങ്ങാനും കണ്ടാൽ ഏയ്, നിങ്ങൾ ഇനി ഒരടി മുന്നോട്ട് നീങ്ങരുത്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർക്ക് ഉരുക്കിന്റെ ശക്തിയാ. ആ ശക്തി പുറത്തെടുപ്പിക്കരുത്. ഞാൻ നൂലും പത്തി വിടർത്തുന്നോ? ഞാൻ കൽപ്പിക്കുകയാണ്, ഒരടി മുന്നോട്ട് നീങ്ങരുത്. ഉഴിയാന നെറ്റിപ്പട്ടം കിട്ടുന്നു. കൽപ്പന പോലും ഞങ്ങൾക്കത് പുല്ലാണ്. ഏതോ ഒരാൾ കല്ലെടുത്ത് ശിവനെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴിതാ കോസലില്ലാതെ വഴി നടക്കുന്നു. ഇത് ചെറുത്തേ പറ്റൂ. മാറി നിൽക്കണ പരീക്ഷകളെ. വന്ന കാലി തിരിച്ചു പോണമെങ്കിൽ പിന്തിരിഞ്ഞോടിക്കോ, ഇല്ലെങ്കിൽ ചവിട്ടി തള്ളു എല്ലാറ്റിനെയും. ഒന്നടിച്ചാ തിരിച്ച് 2 അടി. അടിച്ച് കൊല്ലണം. പുതിയൊരു ശക്തിയാണ്, പുതിയൊരു ശബ്ദമാണ്, മാറ്റത്തിന്റെ ശബ്ദം. വഴി മാറിനടാ പരീക്ഷകളെ. ജാതി കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് സ്വാമി. ജാതി കൊണ്ട് ഒരു ഗുണവുമില്ല. അത് ബുദ്ധിയെ നശിപ്പിക്കുന്നു, സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നു. സ്വാതന്ത്ര്യവും ബുദ്ധിയും ഇല്ലാതെ തൊഴിലെങ്ങനെ നന്നാവും? ഒരു സങ്കടം പറയാനുണ്ട്. ഒരു സങ്കടം പറയാൻ 2 പേരോ? അല്ല, സ്വാമി തന്നെ പരിഹാരം അരുളണം. സങ്കടം കേൾക്കട്ടെ, എന്നിട്ടല്ലേ പരിഹാരം. വളരെ നാളായി അടിയന്റെ വീട്ടിൽ കുട്ടിച്ചാത്തന്റെ ശല്യം. ശല്യം കൊണ്ട് കിടക്കപ്പുറതിയില്ല. പല കർമ്മങ്ങളും നോക്കി, എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. സ്വാമി എന്നെ രക്ഷിക്കണം. ഈ കുട്ടിച്ചാത്തൻ ആള് കാണാൻ എങ്ങനെ ഇരിക്കും? കറുത്തിരിക്കും. അടിയങ്ങള് കണ്ടു സ്വാമി. കരിക്കട്ട പോലെ വളപ്പിന്റെ ഒരു ഇരുണ്ട മൂലയിൽ. അത് തന്നെ. ഓ, അപ്പൊ കരിക്കട്ടയുടെ നിറമാണ് അല്ലേ? അതെ സ്വാമി, നിർത്താണ്ട് കല്ലെറിഞ്ഞോണ്ടിരിക്കും അല്ലേ? അവിടെ വലിയ ശല്യം സ്വാമി. പാവം കുട്ടിച്ചാത്തൻ, വിശ്രമിക്കാൻ പോലും നേരമില്ല. കല്ലേറുകൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക സ്വാമി. യവക്കും കിട്ടി, എനിക്ക്. ആട്ടെ, കല്ലെറിയുന്നത് കുട്ടിച്ചാത്തനാണെന്ന് എങ്ങനെ പിടികിട്ടി എന്ന് ചോദിച്ചാ അത് കേട്ടവരെല്ലാരും പറഞ്ഞു സ്വാമി. ഓഹോ, അങ്ങനെയാണോ? ഈ കുട്ടിച്ചാത്തൻ നാം പറഞ്ഞാൽ കേൾക്കുവോ? സ്വാമി പറഞ്ഞാ പിന്നെ കേൾക്കാതിരിക്കുവോ? നാം ഒരു കത്ത് തരാം, അത് മതിയോ? ധാരാളം മതി. എന്നാൽ ഇതൊന്ന് എഴുതിയെടുത്തോളൂ. എഴുതിയെടുത്തോളൂ. ശ്രീ കുട്ടിച്ചാത്തൻ അറിയുവാൻ, ഈ കത്തുകൊണ്ടുവരുന്ന ഇവരുടെ വീട്ടിൽ മേലാൽ യാതൊരു ഉപദ്രവവും ചെയ്യരുത് എന്ന് നാരായണ ഗുരു. കൊടുത്തോളൂ. വലിയ ഉപകാരം. ഈ കത്ത് കുട്ടിച്ചാത്തന് കൊടുത്താൽ മതി. ഇനി ഒരു ശല്യവും ഉണ്ടാവില്ല.
എല്ലാം മനസ്സിന്റെ തോന്നലുകളാ. ദൈവവും ചെകുത്താനും കുട്ടിച്ചാത്തനുമെല്ലാം. കുട്ടിച്ചാത്തനെ കണ്ടിട്ട് വേണ്ടേ കത്ത് കൊടുക്കാൻ. കത്തുള്ള ബലത്തിൽ കുട്ടിച്ചാത്തൻ മനസ്സിൽ നിന്ന് ഓടിപ്പോകും. ഇനി ആ ഹിസ്റ്റോറിക്കൽ ഇയർ 1903 അരുവിപ്പുറം. ഡോക്ടർ പറഞ്ഞ പോലെ 2 ചരിത്ര സംഭവങ്ങൾ അല്ലേ? അതെ, പ്രതിഷ്ഠയും SNDPയും. ശരിയാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ ദൈവത്തെ പൂജിക്കാനും പ്രതിഷ്ഠിക്കാനുമുള്ള കുത്തക തകർത്തു 1888. 1903 സംഘടിച്ച് ശക്തരാകാൻ മറ്റൊരു പ്രതിഷ്ഠ. അത് കർമ്മപീഠത്തിലാണെന്ന് മാത്രം. ഗുരുമനസ്സിലെ ആശയങ്ങളുടെ ന്യൂനമർദ്ദം കൊടുങ്കാറ്റാവുന്നത് അതിലൂടെയാണ്. എങ്ങനെയായിരുന്നു ആ പിറവി? സ്വാമി വിവേകാനന്ദൻ മനസ്സിൽ കണ്ടു, മഹാഗുരു അത് മാനത്തും കണ്ടു. ഗംഗയ്ക്കൊഴുകാൻ ഒരു മാർഗം വേണം. അത് ഭഗീരഥൻ തെളിച്ചു കൊടുത്തു. അറിയോ? കേട്ടിട്ടുണ്ട്. അതുപോലെ മാറ്റത്തിന്റെ രഥമുരുളാൻ ഗുരു കർമ്മമണ്ഡലം തെളിച്ചു. അത് SNDP രൂപീകരണം. അതിന്റെ മുഖ്യ സാരഥി ഡോക്ടർ പൽപ്പു. മാറ്റങ്ങളുടെ ആശയ പതാകവാഹകനായി മഹാകവി കുമാരനാശാൻ. രഥമോടി തുടങ്ങിയപ്പോൾ നിരവധി പടനായകന്മാർ, അവരുടെ നീണ്ട നിര. ഒരു ഹിസ്റ്റോറിക് മൊമെന്റ് അല്ലേ? അരുവിപ്പുറത്ത് ബലിയിടാനെത്തുന്നവരുടെ ഒരു സഭ ആദ്യം. അതാണ് വാവൂട്ട് യോഗം. ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അത് പിന്നെ അരുവിപ്പുറം ക്ഷേത്രയോഗമായി. അതിന്റെ വികാസ പരിണാമമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP യോഗം. അരുവിപ്പുറം ധന്യമായി. ജനമനസ്സുകളിൽ പുതിയൊരു ദിശാബോധം, ഒരു കൈത്തിരി. അത് തീപ്പന്തങ്ങളായി പരിണമിക്കും. ആ ചരിത്ര സംഭവത്തിന് നമുക്കും സാക്ഷിയാകാം. ഈ പ്രകൃതിയും ജനങ്ങളും സാക്ഷിയായി നമുക്ക് തുടങ്ങാം മധുരമായൊരു ചരിത്ര നിമിഷം. കുമാരു, സ്വാമിയുടെ തിരുമുമ്പിൽ സ്വാമി പ്രതിഷ്ഠിച്ച ക്ഷേത്രവും മാന്യരും സാക്ഷിയായി വിനയത്തോടെ അരുവിപ്പുറം ക്ഷേത്രയോഗത്തെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന സംഘടനയാക്കി കമ്പനി നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ യോഗം വന്ദ്യനായ അരുവിപ്പുറം മഠത്തിൽ ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ നിർമ്മലമായ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ടതാകുന്നു. ഇതിന്റെ അധ്യക്ഷതയും ആ മഹാനുഭാവനിൽ തന്നെ സമർപ്പിതമായിരിക്കുന്നു. തിരുവനന്തപുരം കമലാലയം ബംഗ്ലാവിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരുടെയും ഡോക്ടർ പൽപ്പു, M. ഗോവിന്ദൻ തുടങ്ങിയ പ്രമാണിമാരുടെയും ശ്രമഫലമായി രൂപീകരിക്കപ്പെട്ടതാണ് ഈ സംഘടന. ഗുരു ലോകത്തിന് നൽകിയ സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം പ്രാവർത്തികമാക്കുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. തുല്യമായി പറഞ്ഞിടുന്ന ജ്ഞാനനായകൻ മഹാഗുരു, 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 മഹാഗുരു.